മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം മാറ്റിവരയ്ക്കാൻ സാമ്രാജ്യത്വ ശക്തികൾ പദ്ധതിയിടുമ്പോൾ അതിനു മുകളിൽ സ്വന്തം പരമാധികാരം കൊണ്ട് ചുവപ്പ് വരയ്ക്കുന്ന ഒരു രാജ്യമുണ്ട്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. അടിച്ചമർത്താനും കീഴടക്കാനും വരുന്നവർ ആരായാലും അവരെ തങ്ങളുടെ മണ്ണിൽ വെച്ച് തന്നെ വെല്ലുവിളിക്കുന്ന ഇറാന്റെ പ്രതിരോധ വീര്യത്തിനു മുന്നിൽ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പവറുകൾ പോലും പകച്ചു നിൽക്കുകയാണ്. ഇറാന്റെ ചെറിയ അന്തർവാഹിനികളും അതിവേഗ ആക്രമണ ബോട്ടുകളും ഉൾപ്പെടുന്ന മോസ്കിറ്റോ ഫ്ലീറ്റ് സാന്നിധ്യം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തങ്ങളുടെ നാവികസേന ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാന്റെ ഈ കൊതുകു പടയെ പ്രശംസിക്കുകയും റഷ്യയും അത്തരത്തിലുള്ള മോസ്കിറ്റോ ഫ്ലീറ്റുകൾ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് വ്യക്തമാക്കുകയും ചെയ്തത് അതിന് തെളിവാണ്. ഇറാന്റെ പക്കൽ ഏകദേശം 200 ഗാദർ ക്ലാസ് മിഡ്ജെറ്റ് അന്തർവാഹിനികളും ആയിരക്കണക്കിന് അതിവേഗ മിസൈൽ ആക്രമണ ബോട്ടുകളുമുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങളിലെ തുരങ്കങ്ങൾക്കുള്ളിൽ ഇവ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ആയുധങ്ങൾ ഉപയോഗിച്ച് ഇവയെ പെട്ടെന്ന് നശിപ്പിക്കുക എന്നത് അസാധ്യമാണ്, അല്ലെങ്കിൽ അല്പം പ്രയാസമേറിയതാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രവർത്തിപ്പിക്കുന്ന ഈ ചെറിയ ബോട്ടുകൾക്ക് താരതമ്യേന നിർമ്മാണ ചിലവ് വളരെ കുറവാണ്. ഒറ്റ നോട്ടത്തിൽ വലിയ ഭീഷണിയായി തോന്നില്ലെങ്കിലും ഡസൻ കണക്കിന് ബോട്ടുകൾ ഒത്തുചേർന്ന് വലിയ എണ്ണ ടാങ്കറുകളെയോ US നാവികസേന കപ്പലുകളെയോ വളഞ്ഞ് ആക്രമിക്കാൻ ശേഷിയുള്ളതിനാലാണ് ഇവയെ മോസ്കിറ്റോ ഫ്ലീറ്റ് എന്ന് വിളിക്കുന്നത്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ശേഷവും ആഗോള എണ്ണ വിതരണ പാതയായ ഹോർമൂസ് കടലിടുക്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും പെന്റഗണിന് വലിയ തലവേദന സൃഷ്ടിക്കാനും ഇറാനെ പ്രാപ്തമാക്കുന്നത് ഈ കൊതുകുപടയാണ്. വലിയ യുദ്ധ കപ്പലുകളുടെ പരമ്പരാഗത നാവികസേനയ്ക്ക് പുറമെ IRGC നയിക്കുന്ന ഇത്തരം അതിവേഗ ബോട്ടുകൾ ഗറില്ല യുദ്ധമുറയ്ക്ക് സമാനമായി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ആക്രമണം നടത്തി മടങ്ങുകയും ചെയ്യുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരുപോലെ വെല്ലുവിളിയാകുന്ന ഈ തന്ത്രപരമായ സംവിധാനമാണ് നിലവിൽ കടൽ യുദ്ധത്തിന് ഇറാന്റെ പ്രധാന കരുത്ത്. ഇന്ന് ഈ മോസ്കിറ്റോ ഫ്ലീറ്റിനെ കുറിച്ചാണ് നമുക്ക് കുറച്ചധികം പറയാനുള്ളത്. ലോകരാഷ്ട്രങ്ങളിലും കടലിലെ യുദ്ധമുഖത്തും ഒരുപോലെ വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന വിഷയമാണ് ഈ ഇറാന്റെ മോസ്കിറ്റോ ഫ്ലീറ്റ് അഥവാ ഇറാന്റെ സ്വന്തം കൊതുകുപട. നമുക്കറിയാം, അമേരിക്കയെ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയും അത്യാധുനിക യുദ്ധ കപ്പലുകളുമുള്ള രാജ്യങ്ങളെ നേരിടുക എന്നത് ഏതൊരു രാജ്യത്തിനും വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ ഇറാൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് വളരെ വേറിട്ട ഒരു തന്ത്രമാണ്. വലിയ വലിയ യുദ്ധ കപ്പലുകൾക്ക് പകരം വലിപ്പം കുറഞ്ഞ എന്നാൽ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നതുമായ ആയിരക്കണക്കിന് ചെറു ബോട്ടുകളും മിഡ്ജറ്റ് അന്തർവാഹിനികളും ഉൾപ്പെടുന്ന ഒരു സമുദ്ര നിരയാണ് ഇറാൻ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഈ ചെറിയ ബോട്ടുകളുടെ കൂട്ടത്തെയാണ് ലോകം മോസ്കിറ്റോ ഫ്ലീറ്റ് എന്ന് വിളിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇവ വലിയ ഭീഷണിയായി തോന്നില്ല എങ്കിലും കടലിൽ ഇറാൻ നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങൾ പെന്റഗണിന് പോലും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ മോസ്കിറ്റോ ഫ്ലീറ്റ് എന്ന് പറയുന്നത് അത്ര നിസാരമല്ല എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ഡസൻ കണക്കിന് അതിവേഗ ബോട്ടുകൾ ഒത്തുചേർന്ന് വൻകിട എണ്ണ ടാങ്കറുകളെയോ അമേരിക്കൻ നാവികസേനയുടെ വലിയ കപ്പലുകളെയോ വളഞ്ഞ് ആക്രമിക്കുന്ന രീതിയാണ് ഇവർ സ്വീകരിക്കുന്നത്. നമ്മൾ കൊതുകിൻ കൂട്ടത്തിന്റെ ആക്രമണം എന്ന് പറയില്ലേ, അതുപോലെ വളരെ ചെറുതാണ്, പക്ഷെ പല ഭാഗത്തു നിന്നും നമ്മളെ ആക്രമിക്കും. ഒരു വശത്ത് നിന്ന് പ്രതിരോധിക്കുമ്പോഴേക്കും മറ്റു പല കോണുകളിൽ നിന്ന് മിന്നൽ വേഗത്തിൽ എത്തുന്ന ഈ ബോട്ടുകളെ തടയുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നിയന്ത്രിക്കുന്ന ഈ ബോട്ടുകൾ നിർമ്മിക്കാനും പരിപാലിക്കാനും ചിലവ് വളരെ കുറവാണ്. അതായത് ഇവയ്ക്ക് എന്തെങ്കിലും നാശം സംഭവിച്ചാൽ അത് കാര്യമായി ഇറാനെ ബാധിക്കില്ല എന്ന് സാരം. ഇറാന്റെ മിക്ക ആയുധങ്ങളും ഇത്തരത്തിൽ വളരെ ചിലവ് കുറഞ്ഞത് കൊണ്ട് തന്നെ എത്ര എണ്ണം ഉണ്ടാക്കുന്നു എന്നതിനാണ് കാര്യമിരിക്കുന്നത്. ഇതിന്റെ എണ്ണം ഒരുപാട് കൂടുതലാണ്. വലിയ ചിലവില്ലാത്തത് കൊണ്ട് തന്നെ ഒരെണ്ണം നഷ്ടപ്പെട്ടാലും ഇറാനെ കാര്യമായി ബാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇത് വലിയ തലവേദനയാണ്. കൂടാതെ ഹോർമൂസ് കടലിടുക്കിലെ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങളിലെ രഹസ്യ തുരങ്കങ്ങളിലും ഗുഹകളിലും ഇവയെ ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുമെന്നതും ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ പോലുള്ള വൻ ശക്തികൾക്ക് തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് ഇവയെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഒരു ബോട്ട് തകർന്നാലും അതിനു പകരം വേറൊന്ന് പടക്കളത്തിലേക്ക് എത്താൻ ഇറാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ നിർമ്മാണ ചിലവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം നശിച്ചാലും അതിന്റെ പിറകെ പോകാതെ അല്ലെങ്കിൽ അതിനെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കാതെ അടുത്തത് ഇറക്കുക എന്നൊരു തന്ത്രമാണ് ഇറാൻ ഇവിടെ പയറ്റുന്നത്. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തെ തന്നെ നിയന്ത്രിക്കുന്ന സുപ്രധാന സമുദ്രപാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഭീതി വിതയ്ക്കാനും സ്വന്തം അതിർത്തിയിൽ അമേരിക്കൻ ഭീഷണിയെ പ്രതിരോധിച്ചു നിർത്തി തലയുയർത്തി നിൽക്കാനും ഇറാനെ സഹായിക്കുന്നത് ഈ മോസ്കിറ്റോ ഫ്ലീറ്റുകളാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൊതുകുപടയുടെ കാര്യക്ഷമതയെ
പരസ്യമായി പ്രശംസിക്കുകയും റഷ്യയും ഇത്തരം ഒരു സംവിധാനം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചുരുക്കത്തിൽ കടലിലെ പരമ്പരാഗത യുദ്ധരീതികളെ പൂർണ്ണമായും തിരുത്തി കുറിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന അസാധാരണമായ പ്രതിരോധ തന്ത്രമാണ് ഈ മോസ്കിറ്റോ ഫ്ലീറ്റ്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഉപരോധങ്ങളുടെയും സൈനിക ഭീഷണികളെയും അടിയറവ് പറയിച്ച് സമുദ്രത്തിൽ വിപ്ലവാത്മകമായ പ്രതിരോധ ചരിത്രം രചിക്കുകയാണ് ഇറാൻ. വൻകിട യുദ്ധക്കപ്പലുകളും അത്യാധുനിക ആയുധ ശേഖരങ്ങളുമായി ഗൾഫ് മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ സേനയ്ക്ക് മുന്നിൽ സ്വന്തം സാങ്കേതിക വിദ്യയും തന്ത്രപരമായ മികവും കൊണ്ട് വൻ വെല്ലുവിളി ഉയർത്തുകയാണ് ടെഹ്റാൻ ഇപ്പോൾ. പരമ്പരാഗത യുദ്ധരീതികളെ കാറ്റിൽ പറത്തി ഇറാൻ വികസിപ്പിച്ചെടുത്ത ഈ മോസ്കിറ്റോ ഫ്ലീറ്റ് അഥവാ അതിവേഗ ബോട്ടുകളുടെയും മിഡ്ജറ്റ് അന്തർവാഹിനികളുടെയും നിര ഇന്ന് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുന്നു. വിദേശ ആധിപത്യത്തെ വെല്ലുവിളിച്ച് തങ്ങളുടെ കടൽ അതിർത്തികളും ആഗോള പ്രാധാന്യമുള്ള ഹോർമൂസ് കടലിടുക്കും പൂർണ്ണമായും സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ ഇറാന്റെ ഈ ഗറില്ല സമുദ്രതന്ത്രത്തിന് സാധിച്ചിട്ടുണ്ട്. വൻ തുക മുടക്കി അമേരിക്ക നിർമ്മിക്കുന്ന ഭീമാകാരങ്ങളായ യുദ്ധക്കപ്പലുകളെ ചിലവ് കുറഞ്ഞതും മിന്നൽ വേഗത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ളതുമായ ഈ കൊതുക് പടയുപയോഗിച്ച് പ്രതിരോധത്തിലാക്കാൻ ഇറാന് കഴിയുന്നുവെന്നത് ടെഹ്റാന്റെ അസാധാരണമായ സൈനിക ആസൂത്രണത്തിന്റെ മികച്ച തെളിവാണ്. സമുദ്ര സുരക്ഷയിൽ ഇറാൻ കൈവരിച്ച ഈ തന്ത്രപരമായ മുന്നേറ്റം ഇപ്പോൾ ആഗോള തലത്തിൽ വലിയ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. വൻ ശക്തിയായ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ ഈ യുദ്ധതന്ത്രത്തെ പ്രശംസിക്കുകയും സമാനമായ പ്രതിരോധ സംവിധാനങ്ങൾ സ്വന്തമായി വികസിപ്പിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തത് ഇറാന്റെ സൈനിക മേഖലയിലെ വലിയൊരു നയതന്ത്ര വിജയമായി വിലയിരുത്തപ്പെടുന്നു. പാശ്ചാത്യ ശക്തികളുടെ ഏതൊരു സാഹസത്തിനും നിമിഷങ്ങൾക്കകം മറുപടി നൽകാൻ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സജ്ജമാണ് എന്ന മുന്നറിയിപ്പാണ് ഈ നീക്കങ്ങളിലൂടെ നൽകുന്നത്. സാങ്കേതിക വിദ്യയിലും പ്രതിരോധ തന്ത്രങ്ങളിലും ഇറാൻ കൈവരിച്ച ഈ സ്വയം പര്യാപ്തത സമുദ്ര അതിർത്തികളിൽ ടെഹ്റാന്റെ പരമാധികാരം ഉറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിൽ എതിരാളികൾക്ക് മേൽ വ്യക്തമായ മേൽക്കൈ നൽകുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ഓരോ പ്രാവശ്യവും മുന്നോട്ട് വയ്ക്കുന്നത് വ്യത്യസ്തങ്ങളായ, നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ആയുധങ്ങളാണ്. നിസാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുകയാണ് ഇറാൻ എന്ന ചെറിയ രാജ്യം. അമേരിക്കയെ പോലെ യുദ്ധ കച്ചവടത്തിനും അല്ലെങ്കിൽ തങ്ങളുടെ പ്രാദേശികമായ വികസനത്തിനും വേണ്ടി മാത്രം നിലകൊള്ളുന്ന രാജ്യമല്ല ഇറാൻ. മറിച്ച് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി, അതായത് മറ്റു രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ കടന്നുകയറ്റം കൊണ്ട് നട്ടെല്ലൊടിഞ്ഞു പോയ രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒറ്റക്കെട്ടായ ഉപരോധമാണ് ഇറാൻ. ഈ പറയുന്ന അമേരിക്ക ഈ യുദ്ധം എപ്പോഴും നടത്തുന്നത് എന്തിനാണ് എന്നൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അവരുടെ ആയുധ കച്ചവടവും അവരുടെ എണ്ണ വ്യാപാരവും അവരുടെ മറ്റ് ധനാഗമ മാർഗങ്ങളും വികസിപ്പിക്കുക മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിനായി ഓരോ ഭാഗത്തേക്കും അമേരിക്ക യുദ്ധം വ്യാപിപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് പല ജീവനുകളും പലരുടെയും ഉപജീവന മാർഗങ്ങളുമാണ്. ഉപരോധങ്ങളുടെ ചങ്ങലക്കണ്ണികൾ കൊണ്ട് വലിഞ്ഞു മുറുക്കാൻ നോക്കിയവർക്ക് മുന്നിൽ സ്വന്തം സാങ്കേതിക വിദ്യ കൊണ്ട് പതറാത്ത ആത്മവീര്യം കൊണ്ടും ഇറാൻ തീർത്തത് പ്രതിരോധത്തിന്റെ വൻ മതിലാണ്. അമേരിക്കയുടെ അഹങ്കാരത്തിനും ഇസ്രായേലിന്റെ അധിനിവേശ മോഹങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിലെ സന്തുലിതാവസ്ഥ നിർണയിക്കുന്ന പ്രധാന ശക്തിയായി ഇറാൻ മാറുമ്പോൾ അത് കേവലം ഒരു യുദ്ധത്തിന്റെ കഥയല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിനെതിരെ സ്വന്തം നിലനിൽപ്പിനായി ഒരു ജനത നടത്തുന്ന വീരഹാസത്തിന്റെ കഥയാണ്.